പ്രൈസലോ കർത്താവിന്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ എന്റെ സ്നേഹം വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന് ചിന്തയ്ക്കായി ദൈവം ഞാൻ ഭാഗം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 6-7 വാക്യങ്ങൾ. പിന്നെയും അവൻ എന്നോട് അരുളിച്ചത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദ്യവും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ ഇത് അവകാശമായി ലഭിക്കും. ഹല്ലേലൂയ. ഞാൻ അവന്റെ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തിക്കുന്ന ദൈവത്തിന് ജയിക്കുന്നവന് ഇത് അവകാശമായി കൊടുക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കുന്നുള്ളതാണ്. പ്രൈസലോ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അവസാനിക്കുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ പിതാവിന്റെ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ ശോധന ചെയ്ത് നിങ്ങൾ തിരിച്ചറിയണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്നവർക്കാണ് നിത്യമായ പർദീസയിൽ ചെല്ലുവാൻ കഴിയുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകല ആളുകളും തീപ്പൊയ്യിൽ എന്ന് പറഞ്ഞ നിത്യമായ നരകത്തിലെത്തിച്ചേരുമെന്ന് വിശുദ്ധ വേദപുസ്തകം ആമീൻ യേശു സ്നേഹിച്ച തന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാനിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നാം ഈ വചനത്തെ വളരെ ആമീൻ സ്തോത്രം സൂക്ഷ്മതയോടെ വായിക്കുകയും വളരെ ഗൗരവത്തോടെ ഈ വചനം കാണുകയും ചെയ്യണം. തുടർന്ന് 21-ാം അധ്യായം ആരംഭിക്കുമ്പോൾ സ്തോത്രം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്ന് യോഹന്നാൻ വീണ്ടും തുടങ്ങിയിട്ട് പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരവും ഇതാ മനുഷ്യരുടെ ദൈവത്തിന്റെ കൂടാരം, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, അല്ലെങ്കിൽ ആദ്യവും അന്തവുമാകുന്നു. ദാഹിക്കുന്നവരെ ഞാൻ ജീവനറുകളിൽ നിന്ന് കൊടുക്കും, സൗജന്യമായി കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ഹല്ലേലൂയ ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. അത് ഈ ലോകത്തെ നമ്മൾ ജയിക്കണം. പാപത്തെ ജയിക്കണം. ശാപത്തെ ജയിക്കണം. ഈ ലോകത്തിൽ ദൈവഹിതമല്ലാത്ത സകല ദുഷ്പ്രവർത്തികളെയും നാം ജയിച്ച് പാപപരിഹാരം നേടി വിശുദ്ധ ജീവിതം നയിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തി വേണം നമ്മളോട് ജീവിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ പരാജയമാണ്. ഹല്ലേലൂയ. ഈ ലോക പാപ സുഖങ്ങളിൽ വീണ് ഈ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് പിന്നത്തേതിൽ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇവിടെ വെച്ച് തന്നെ ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ച്, ശുദ്ധീകരിക്കേണ്ടതിനെ ശുദ്ധീകരിച്ച്, ദൈവത്തോട് ചേർന്ന് നടന്ന് വചനം അനുസരിച്ച് പ്രമാണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, മാത്രമല്ല ദൈവിക വ്യവസ്ഥ അനുസരിച്ച് സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ കൃത്യമായി പാലിച്ചുകൊണ്ട് മനുഷ്യന് വിളങ്ങുവാൻ വേണ്ടി ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ഈ ലോകത്തിന് അരൂപരായി ജീവിക്കാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് ഓരോ ദിവസവും പുതുക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അങ്ങനെ നമ്മുടെ പേര് ജീവപുസ്തകത്തിലുണ്ടെന്നുള്ള ഉറപ്പുവരുത്തി നാം വിശുദ്ധ ജീവിതം നയിക്കണം. അങ്ങനെ ഈ ലോകത്തെ ജയിച്ചു വരുമ്പോഴാണ് നമ്മുടെ കർത്താവ് പറയുന്നത്, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 തൊട്ട് അല്ലെങ്കിൽ 6 വരെയുള്ള വാക്യങ്ങൾ, 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ ദൈവജനത്തിന് ലഭിക്കുവാൻ പോകുന്ന അനവധി ദൈവിക അനുഗ്രഹങ്ങളെ കുറിച്ച് കാണാൻ കഴിയും. അത് നമ്മൾ പ്രാപിക്കണമെങ്കിൽ നാം ഈ ലോകത്തെ ജയിക്കണം. പ്രൈസലോ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും. വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് ഹല്ലേലൂയ നമുക്ക് നൽകുന്ന മറ്റൊരു പേരാണ് ജയിക്കുന്നവൻ. പ്രൈസലോ. അതാണ് ദൈവമക്കൾക്ക് വിവിധ പേരുകൾ വേദപുസ്തകത്തിലുണ്ട്. ഇവിടെ നമുക്ക് കാണുന്ന പേര് ജയിക്കുന്നവൻ എന്നാണ്. അത് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ സകലത്തിൽ ജയിക്കുന്നവനായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിക്കുന്നു. പ്രൈസലോ. ഈ ലോകം പോകുന്നത് കണ്ട്, ലോകക്കാര് പോകുന്നത് കണ്ട്, നിന്റെ സുഹൃത്തുക്കളും സന്തത സഹചാരികളും നിന്റെ സഹോദരങ്ങളൊക്കെ പോകുന്ന വഴിയിലൂടെ നീ യാത്ര ചെയ്ത് നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയാതെ
വിശുദ്ധ വേദപുസ്തകം നിന്നോട് പറയുന്ന നിയമവ്യവസ്ഥ അനുസരിച്ച് ഹല്ലേലൂയ ദൈവിക സന്ദേശങ്ങൾക്ക് ചെവി കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യണമെന്ന പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ ലോകം പോകുന്ന വഴിയെ നീ പോയാൽ അതിന്റെ അവസാനം മരണമായിരിക്കും. ഹല്ലേലൂയ അതേ സമയത്ത് വചനവ്യവസ്ഥയെ നീ ജീവിച്ചാൽ ആമേൻ നിന്റെ ജീവിതത്തിന്റെ അവസാനം നിനക്ക് ജയിച്ച് നിത്യതയിലെത്താൻ കഴിയും. ഹല്ലേലൂയ അപ്പം കർത്താവ് നമ്മെ വിളിക്കുന്ന പേര് ജയിക്കുന്നവനെന്ന. ഹല്ലേലൂയ അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ജയം ഭരിച്ചവരായി വിളിക്കപ്പെട്ടവരാണെന്നുള്ള ഒരു ഉറപ്പ് വരുത്തണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ജയം പ്രാപിച്ചവരാണെന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകണം. പ്രൈസലോ ക്രിസ്തുവേശുവിൽ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, മാനസാന്തരപ്പെട്ടവനാണ്, അഭിഷേകമുള്ളവനാണ്, കൃപയുള്ളവനാണ്, വേർപാടും വിശുദ്ധിയും പാലിക്കുന്നവനാണ്. എന്റെ മരണത്തിന് ശേഷം ഞാൻ നിത്യമായി സ്വർഗത്തിൽ ഉണ്ടായിരിക്കും, സ്വർഗീയ പരദീസിൽ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ് നിങ്ങൾ പ്രാപിച്ചിരിക്കണം. രക്തം ചെയ്യും വല്ലവരും പറഞ്ഞു കേട്ട് അങ്ങനെ പോകരുത്. വേദപുസ്തകം വായിച്ച് നിങ്ങളത് മനസ്സിലാക്കണം. ദൈവത്തോട് ചേർന്ന് നടക്കണം, ദൈവത്തോട് പറ്റിയിരിക്കണം. പ്രൈസലോ കർത്താവ് അതിനാണ് നമുക്ക് ഈ സമയങ്ങൾ തരുന്നത്. ഹല്ലേലൂയ അപ്പൊ നിങ്ങൾ കർത്താവിനോട് കൂടെ ഹല്ലേലൂയ ജയജീവിതം നയിക്കുന്നവരായി നിങ്ങൾ തീരണം. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് ലോകത്തെയും ജഡത്തെയും പിശാചിനെയും നിങ്ങൾ ജയിക്കണം. ലോകത്തെയും ജഡത്തെയും പിശാചിനെയും നിങ്ങൾ ജയിക്കണമെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ യോഹന്നാന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നുള്ളതല്ല എന്ന് കാണുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപമൊക്കെ മാറി ലോകത്തിലുള്ളതിനു വേണ്ടി നീ യാത്ര ചെയ്തു പോകാതെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നീ ജീവിതം തുടങ്ങണം. പ്രൈസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പാപങ്ങൾ കടന്നു വന്ന്, പാപ സ്വഭാവങ്ങൾ കടന്നു വന്ന് എത്രമാത്രം നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്ന് സ്തോത്രം നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. സ്തോത്രം നിങ്ങളെ ശോധന ചെയ്ത് നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കി ക്രമീകരിക്കേണ്ട ഭാഗങ്ങളെ മുഴുവൻ ക്രമീകരിച്ച് പ്രൈസലോ വിശുദ്ധിയോടെ ദൈവസന്നിധി നിൽക്കണം. കാരണം നമ്മുടെ യേശു വരാൻ സമയമായി. വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന അനവധി ആനുകൂല്യങ്ങളുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്. ഹല്ലേലൂയ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ മരണാനന്തര ജീവിതം നിത്യമായ സ്വർഗത്തിൽ നിങ്ങൾക്ക് ആയിരിക്കണമെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി ഇവിടെ വെച്ച് തന്നെ നിന്റെ ജീവിതത്തെ നീ ക്രമീകരിച്ച് ഹല്ലേലൂയ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവനാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവനാണ്. ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ ആത്മാവ് നിത്യതയിൽ എത്തിച്ചേരും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. രക്തം ചെയ്യും അതിനിവിടെ തന്നെ പാപപരിഹാരം വരുത്തണം. പ്രൈസലോ പാപപരിഹാരം വരുത്തുക എന്ന് പറഞ്ഞാൽ മലകൾ കയറിയിറങ്ങിയതുകൊണ്ടോ, തീർത്ഥാടനങ്ങൾ ചെയ്തുകൊണ്ടോ, പുണ്യനദികളിൽ കുളിച്ചതുകൊണ്ടോ, ശരീരത്തെ ദണ്ഡിപ്പിച്ചതുകൊണ്ടോ, മുറിവേൽപ്പിച്ചതുകൊണ്ടോ, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ, സൽക്കാരങ്ങൾ ചെയ്തതുകൊണ്ടോ, പേരും പ്രശസ്തിയൊക്കെ ഉണ്ടെങ്കിൽ സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിക്കുന്ന വ്യക്തിയായിരുന്നാലും ലോകം നിങ്ങളെ കോടീശ്വരനെന്നും ധനാടിനെന്നൊക്കെ രേഖപ്പെടുത്തിയാലും പാപത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വില കൂടിയ സോപ്പിട്ട് നിങ്ങൾ കുളിച്ചാലും, ഏറ്റവും വില കൂടിയ പെർഫ്യൂം അടിച്ചാലും, ഏറ്റവും വലിയ കമ്പനിയുടെ ഷർട്ടും പാന്റും വസ്ത്രങ്ങളൊക്കെ നിങ്ങൾ ധരിച്ചാലും നിങ്ങൾക്ക് ശുദ്ധീകരണം വരത്തില്ല. ശുദ്ധീകരണം വരുത്തണമെങ്കിൽ കർത്താവായ യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെടണം. പ്രൈസലോ അല്ലാതെ രോഗപ്രകാരമാർക്ക് ശുദ്ധീകരണം വരുത്തിയിട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പഠിപ്പിക്കുന്ന അനവധി പഠിപ്പിക്കലുകളുണ്ട്. പക്ഷെ അതെല്ലാം ദുരുപദേശമാണ്. നിങ്ങൾ തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകം പറയുന്ന സത്യങ്ങളെ നിങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ സത്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ സത്യം എന്താണ്, സത്യം ആരാണ്, സത്യം എങ്ങനെയാണ് എന്നൊക്കെ നിന്റെ ജീവിതത്തിനകത്ത് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിനക്ക് ബുദ്ധിയും ജ്ഞാനവും ഒക്കെ തരുന്നത്. പ്രൈസലോ ഹല്ലേലൂയ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ ജയിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. അപ്പൊ നിങ്ങൾ ലോകത്തെ ജയിച്ച്, സാത്താനെ ജയിച്ച്, പിശാചിനെ ജയിച്ചിട്ട് നിങ്ങൾ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട്
ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാകും വണ്ണം നിങ്ങൾ നടക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സർവായുധ വർഗധാരിയായ നീ ഈ ലോകത്തിൽ നീ ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം. പ്രൈസലോ, രക്തം ചെയ്യും. അപ്പം നീ ദൈവത്തിന് വേണ്ടി ശക്തനായി നിൽക്കുന്ന ഒരു നല്ല ദൈവ പൈതലായിരിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുക. പൗലോസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൗലോസിന്റെ ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ തന്റെ സ്വഭാവങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നമുക്ക് കടക്കാൻ കഴിയുന്നില്ല, നമ്മൾ പലപ്പോഴും വായിക്കാറുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തിക്ക് ഒന്ന് വായിച്ചാലത് മനസ്സിലാകും. ഹല്ലേലൂയ. എന്നാൽ പിന്നത്തേതിൽ പൗലോസ് ദൈവകൃപ ഏറ്റെടുത്ത് കഴിഞ്ഞ് ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പൗലോസിന്റെ പേരിൽ ജീവന്റെ പുസ്തകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, പൗലോസ് ക്രിസ്തുവിനാൽ നയിക്കപ്പെട്ടപ്പോൾ, ദൈവിക വചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പൗലോസ് ജീവിതം നയിച്ചപ്പോൾ, ക്രിസ്തു പൗലോസിനെ ശക്തമായി കരങ്ങൾ ഉപയോഗിച്ചപ്പോൾ, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ പൗലോസിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. സ്തോത്രം. അതേ സ്നേഹിത, നിന്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ നീ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ വരവിനെ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുവരണം. ക്രിസ്തുവിൽ നീ പുതിയ വ്യക്തിയായി മാറണം. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചവനായിരിക്കണം. അപ്പൊ നിങ്ങളെ ശക്തനാക്കുന്ന ദൈവം മുഖാന്തരം, നിങ്ങളെ ശക്തനാക്കുന്ന വചനം മുഖാന്തരം നിങ്ങൾ ജയജീവിതം നയിക്കണം. ജയജീവിതം നയിച്ച് നിങ്ങളുടെ ഓട്ടം ജയത്തോടെ കൂടി അവസാനിപ്പിക്കണം. നിങ്ങളുടെ ഓട്ടം എങ്ങനെയാണ്? ജയത്തോടെ കൂടി നിങ്ങൾ അവസാനിപ്പിക്കണം. പലരും ഓടി മടുത്തു, പലരും ഓടി ക്ഷീണിച്ചു, ഓട്ടം പൂർത്തീകരിക്കാൻ കഴിയാതെ പലരും പാപത്തിൽ വീണ് കഴിഞ്ഞു. പലർക്കും ഓട്ടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പലരും ഓട്ടം ഇടയ്ക്ക് വെച്ച് നിർത്തി, പലരും പിന്മാറിപ്പോയി, പലരും ദൈവസന്നിധി പോലുമില്ല. പക്ഷെ ദൈവവചനം പറയുന്നത് എന്താണ്? രക്തം ചെയ്യും. നിങ്ങൾ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നിങ്ങളെ ശക്തനാക്കുന്നവൻ ദൈവം മുഖാന്തരം നിങ്ങൾ ശക്തിപ്പെട്ട് ഹല്ലേലൂയ ലോകത്തിലുള്ളതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഹല്ലേലൂയ ജഡത്തെ ജഡമോഹങ്ങളെ, കൺമോഹത്തെ, ജീവനത്തിന്റെ പ്രതാപത്തെ നീ ഉപേക്ഷിച്ചിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച് രക്തം ചെയ്യും. ജീവപുസ്തകത്തിൽ പേരുള്ളവനായി, ജീവിത പുസ്തകത്തിൽ പേരുള്ളവളായി നിത്യതയുടെ അവകാശിയായിരിക്കണമെന്ന് ദൈവാത്മാവ് താങ്കളെ കുറിച്ച് ആഗ്രഹിക്കുക. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ ഇരുന്ന് ദൈവവചനം കേട്ടാലും, നിങ്ങൾ ഏതെല്ലാം പ്രമാണങ്ങൾ നോക്കിയാലും, ഏതെല്ലാം പ്രമാണം നിങ്ങൾ പരിശോധിച്ചാലും, വേദപുസ്തകത്തിനകത്ത് പറയുന്ന ഒരു കാര്യങ്ങളിലും മറ്റൊരു പ്രമാണത്തിനും കാണില്ല. ഇല്ലെന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് എല്ലാവരും ഈ വേദപുസ്തകത്തെ മാറോട് ചേർത്ത് പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അനവധി ആളുകൾ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരാഹ്ലാദിക്കുന്നത്, അവരതിനകത്ത് സന്തോഷിക്കുന്നത്. എന്താണ് വേദപുസ്തകം നൽകുന്ന അറിവ് എന്ന് പറയുന്നത്? വേദപുസ്തകം തരുന്ന ജീവൻ എന്ന് പറയുന്നത്, വേദപുസ്തകം നൽകുന്ന ജ്ഞാനം എന്ന് പറയുന്നത് അത് ലോകം തരുന്നതല്ല. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഓട്ടം ജയത്തോടു കൂടി അവസാനിപ്പിക്കണം. നിങ്ങളുടെ ഓട്ടം ജയത്തോടെ കൂടി അവസാനിപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്ന സന്ദേശം നീ കേൾക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്, അതിന്റെ ജീവിതത്തിലെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും, നിന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന പാപം, നിനക്ക് സ്വതന്ത്രമാകാൻ കഴിയാതെ പിശാച് നിന്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന മുറുകെ പറ്റുന്ന പാപം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ചിലതൊക്കെ നിന്റെ ശരീരത്തോട്, നിന്റെ ജഡത്തോട്, നിന്റെ മനസ്സിനോട്, ഹൃദയത്തോട് പറ്റിച്ചേർന്ന് കഴിഞ്ഞാൽ അത് നിന്നെ വിടുകയില്ല. അത് നിന്നെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചക്കരവാക്കും മുഖസ്തുതിയും ഒക്കെ പറഞ്ഞ് നിന്നെ വശീകരിച്ച് മുറുകെ പറ്റുന്ന പാപം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് അവസാനം നീ നിത്യമായ നരകത്തിൽ ചെന്ന് ചേരും. മുറുകെ പറ്റുന്ന പാപം ചിലതൊക്കെ അങ്ങ് പറ്റിപ്പിടിച്ചിരിക്കും. ഹല്ലേലൂയ. പറ്റിപ്പിടിച്ചിരിക്കുന്നതിനെ നീ ഇളക്കിക്കളയണം. അല്ലെങ്കിൽ അതിനെ നീ വേണ്ടെന്ന് വെക്കണം. നീ ശുദ്ധീകരണം പ്രാപിക്കണം. അപ്പം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാനാണ് കർത്താവ് പറയുന്നത്. നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം കൊണ്ടല്ലോ, സ്ഥിരതയോടെ. സ്ഥിരത തെറ്റിപ്പോയത് കൊണ്ടാണ്, സ്ഥിരത ഇല്ലാത്തത് കൊണ്ടാണ് നീ ലോകസുഖങ്ങളിലേക്ക് കടന്നുപോയത്.
അല്ലേരി ജീവിതത്തിൽ സ്ഥിരത ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥമായി വചനവ്യവസ്ഥ അനുസരിച്ചേനെ. ആമയിൽ സ്ഥിരത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാനസിക നില നഷ്ടപ്പെട്ടെന്ന, അല്ലേരിയ സുബോധം നഷ്ടപ്പെട്ടെന്ന, അങ്ങനെയൊക്കെ നിങ്ങളെ കണ്ടാൽ യാതൊരു കുഴപ്പവുമില്ല. നിങ്ങളെ കണ്ടാൽ നല്ല ഭംഗിയുള്ള മനുഷ്യനാണ്, നല്ല സൗന്ദര്യമുള്ളവനാണ്, സൗന്ദര്യമുള്ളവളാണ്, നിങ്ങൾ നല്ല കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട നല്ല പാരമ്പര്യമുണ്ട്, നിങ്ങളെക്കുറിച്ച് അനവധി ആളുകൾക്ക് പുകഴ്ത്തി പറയുവാനുണ്ടൊക്കെ. പക്ഷെ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും അതിനെ നിങ്ങൾ വിടണം. അല്ലേലൂയ. അതിനെ വിട്ടിട്ട് അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ, ആമി, സ്തോത്രം. അതിനെ വിട്ടിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് ചെയ്യണം? സ്ഥിരതയോടെ ഓടണം. അപ്പൊ സ്ഥിരത നിങ്ങൾക്ക് ആവശ്യമാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സ്ഥിരത എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നീ പാപത്തിൽ വീഴും. അല്ലേലിയ, പാപം നിന്റെ മേൽ കർത്തൃത്വം നടത്തും, പാപത്തിന് നീ അടിമപ്പെടും. അതുകൊണ്ട് നീ പാപത്തെ ഉപേക്ഷിച്ചിട്ട് വിശുദ്ധ ജീവിതം നയിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് നൽകിത്തരുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ അവകാശിയായിരിക്കണം. നീ രക്തം ചെയ്യും. അല്ലേലിയ. എന്നിട്ട് നമ്മുടെ കർത്താവ് പറയും, വിശ്വാസത്തിന്റെ നായകനും ആരാണ്? വിശ്വാസത്തിന് നായകനുണ്ട്. വിശ്വാസത്തിന്റെ നായകൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. അല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തനുമായിരിക്കുന്ന അല്ലേലൂയ യേശുവിനെ നോക്കുവിൻ. ആമൻ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ആ യേശുവിനെ നോക്കി ഓടിയെങ്കിൽ മാത്രമേ വേദപുസ്തകത്തിൽ പറയുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കാരണം വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ പറയുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ നീ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് സ്ഥിരതയോടെ ഓടണം. അങ്ങനെയുള്ളവരാണ് ദൈവം പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അല്ലേലിയ. അത് സ്വർഗീയ വാഗ്ദത്തങ്ങൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ട് ദൈവത്തിന്റെ അല്ലേലിയ, ആമേൻ, ദൈവത്തിന്റെ സാന്നിധ്യം നീ നിനക്ക് അനുഭവിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിനക്ക് ഓരോ ദിവസവും ആലോചന തരുമ്പോൾ രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, വചനത്തെ നീ അനുസരിക്കണം. രക്തം ചെയ്യും. വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ്. രക്തം ചെയ്യും. ഈ ലോകത്തിൽ വചനമനുസരിച്ചും വചനവ്യവസ്ഥയ്ക്ക് ജീവിക്കുന്നവനാണ് ഏറ്റവും വലിയ പ്രത്യാശയുള്ളവർ. അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലേരി. ചിലരൊക്കെ ചിന്തിക്കുന്നത് ഈ ലോകത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ലോട്ടറി അടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കോടിക്കണക്കിന് സമ്പത്തുള്ളതുകൊണ്ടോ കോടിക്കണക്കിന് രൂപയുടെ ജംഗമ സ്വത്തുക്കൾ ഉള്ളതുകൊണ്ടോ വിദേശത്ത് ജോലിയുള്ളത് കൊണ്ടോ ആഡംബര ജീവിതവും ആഡംബര കാറും വലിയ വലിയ സൗദങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ വളരെ ഭാഗ്യവാനും ജയിച്ചവനുമാണെന്നൊക്കെ ചിലരുടെ ചിന്ത. അല്ലേരി. അത് ലോകപ്രകാരമാണ്. അതെല്ലാം അല്പകാലം മാത്രം തീക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ വചനവ്യവസ്ഥ അനുസരിച്ച് നീ നിന്നാൽ സ്വർഗത്തിലെ ദൈവം സകല ആത്മീയ അനുഗ്രഹത്താലും നിന്നെ നിറച്ചങ്ങ് അനുഗ്രഹിക്കും. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ ദൈവത്തിന് വന്ന് നിങ്ങളുടെ ഓട്ടം ജയത്തോടെ ഓടി അവസാനിപ്പിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുക. അല്ലേ? അപ്പം വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം ജയിക്കുന്നവന് എന്ന വാക്ക് ഏകദേശം 9ഓളം പ്രാവശ്യം ആവർത്തിച്ചു വരുന്നു. ജയിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന പ്രശംസകളെയും സമ്മാനങ്ങളെയും ശ്രേഷ്ഠതകളെയും കുറിച്ച് ഈ പുസ്തകത്തിലൂടെ, വെളിപ്പാട് പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ഒടുവിൽ ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവം അവൻ എനിക്ക് മകനുമായിരിക്കുന്ന വേദപുസ്തകം വെളിപ്പെടുത്തുന്നതാണ്. നീ ജയിക്കണം. കർത്താവ് നിനക്കിട്ടിരിക്കുന്ന ഒരു പേരാണ് ജയിക്കുന്നവൻ എന്ന. ജയിക്കുന്നവൻ എന്ന് പറയുമ്പോൾ നിന്റെ ജഡത്തെ ആദ്യം ജയിക്കണം. അല്ലേലി ജഡമോഹങ്ങളെ ജയിക്കണം. അല്ലേലി ഈ ലോകത്തെ ജയിക്കണം. പാപത്തിന്റെ ഉല്ലാസങ്ങളിൽ, പാപമോഹങ്ങൾ, പാപത്തിന്റെ പ്രലോഭനങ്ങൾ, പ്രേരണകൾ നിന്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ കൊടുങ്കാറ്റ് വരുന്നത് പോലെ അല്ലേലിയ നിന്റെ ജീവിതത്തിലേക്ക് വരും. നീ അത് കണ്ട് സന്തോഷിക്കരുത്. അല്ലേലിയ. നീ അതിനെ വിടണം. എന്റെ ഗലാത്യ ലേഖനം 5-ാം 18 തൊട്ട് 15 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് താഴോട്ട് ചില ഭാഗങ്ങൾ കാണാം. ജഡത്തിന്റെ പ്രവർത്തികളെ, അതിനെയൊക്കെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞിട്ട് ആത്മാവിന്റെ ഫലങ്ങളെ പ്രാപിച്ചുകൊണ്ട്, ആത്മാവിന്റെ വരങ്ങളെ പ്രാപിച്ചുകൊണ്ട് വിശുദ്ധനായി, വിശുദ്ധിയുള്ളവളായി നീ കർത്താവിന് വേണ്ടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. പലരുടെയും പേര് കർത്താവ് ജീവപുസ്തകത്തിൽ എഴുതിയതാണ്. പക്ഷേ ജീവിതത്തിൽ പാപം വന്നു കഴിഞ്ഞപ്പം പലരുടെയും അവരുടെ പേര് ജൈവ പുസ്തകത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ അറിയില്ല. അല്ലേലൂയ.
നിനക്കൊരു ആത്മീയ ജീവിതം കർത്താവ് തന്നു കഴിഞ്ഞാൽ, ഒരു വിശുദ്ധ ജീവിതം യേശു നിനക്ക് തന്നു കഴിഞ്ഞാൽ, നീ ആ ജീവിതത്തിനകത്ത് ഉറപ്പോടെ നിൽക്കണം. അല്ലേരിയ. ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, അല്ലേരിയ, അനവധി പ്രലോഭനങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. മറ്റാർക്കും ലഭിക്കാത്ത അനവധി പ്രലോഭനങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും ഇച്ഛകളും ഒക്കെ നിന്റെ ജീവിതത്തിലേക്ക് പിശാച് കൊണ്ടുവരും. അല്ലേലിയ. അതിനെ നീ ജയിക്കണം. അല്ലേലിയ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾ ജയിക്കണം. ഇന്ദ്രിയജയം ഉണ്ടായിരിക്കണമെന്ന്. അങ്ങനെയൊക്കെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം. അല്ലേലിയ. ഇതിലെ ഈ വേദപുസ്തകത്തിനകത്ത്, വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ കർത്താവ് നമുക്ക് പറയുന്ന ആ വലിയ ആനുകൂല്യങ്ങൾ പ്രാപിക്കാൻ കഴിയും. രക്തജയം. പ്രൈസ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നാം വിലയിരുത്തണം. രക്തജയം. ഇന്ന് നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വന്നാൽ, കാഹളം തുടിച്ചാൽ നമ്മളത് അറിയുമോ, തിരിച്ചറിയുമോ? ആമേൻ. കർത്താവിനോട് കൂടെ നാം എടുക്കപ്പെടുവോ, സ്വർഗരാജ്യത്തിൽ നാം ചെല്ലുവോ എന്നൊക്കെ ഒരു ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പാപത്തിൽ വീഴരുത്. അല്ലേലൂയ. പാപത്തിൽ നീ വീഴരുത്. താൽക്കാലികമായ സുഖങ്ങളിൽ അല്പസമയത്തേക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖത്തിന് വേണ്ടി നിന്റെ ശരീരത്തെ പാപത്തിന് വിട്ടുകൊടുക്കരുത്, സാത്താന് വിട്ടുകൊടുക്കരുത്. അല്ലേലൂയ. നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത് പിശാചാ. നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നതും പാപം ചെയ്യാനുള്ള പ്രേരണ തരുന്നതും എല്ലാം പിശാച് എന്ന് പറയുന്നത് സാത്താന. അല്ലേലൂയ. സാത്താൻ ആദ്യം മുതലേ പാപം ചെയ്യുന്നവന് അവന്റെ പേര് കുലപാതകനെന്നാ. അല്ലേലൂയ. അവന്റെ പിന്നാലെ നടക്കുന്നവനെല്ലാം പാപിയ. സാത്താന്റെ പിന്നാലെ അവന്റെ ഉപദേശം കേട്ട് നടക്കുന്നവനെല്ലാം പാപിയ. അല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, യേശു വരാൻ സമയമായി. ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശു വരാൻ സമയമായി. അല്ലേലൂയ. നിത്യമായി സ്വർഗത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ നീ യോഗ്യതയുള്ളവനാണോ, യോഗ്യതയുള്ളവളാണോ? അല്ലേലൂയ. ഈ ലോകത്തിന് വേണ്ടി നീ ജീവിക്കരുത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി നീ ജീവിക്കരുത്. ഇവിടുത്തെ മതങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്. ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്കും മോഹങ്ങൾക്കും വേണ്ടി ഒന്നും ജീവിക്കരുത്. അല്ലേലൂയ. ഇവിടുത്തെ പാപങ്ങൾക്ക് വേണ്ടി, പാപ ഉല്ലാസങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ദൈവീയാഗ്രഹത്തിന് വേണ്ടി നീ ജീവിക്കരുത്. മനുഷ്യന് പണം പലിശ കൊടുത്ത് കൊള്ളപ്പലിശ വേണ്ടി നീ ജീവിക്കാൻ വേണ്ടി നീ ഒരുങ്ങരുത്. അല്ലേലൂയ. മനുഷ്യന്റെ എല്ലാ നന്മകളും വെട്ടിപ്പിടിച്ച് സഹോദരന്റെ അതിരും വെട്ടിയെടുത്ത്, അയൽവാസിയുടെ അതിരും വെട്ടിയെടുത്ത്, തോണ്ടിയെടുത്തിട്ട് നീ ഉല്ലാസവാനായി ജീവിക്കാൻ നീ ആഗ്രഹിക്കരുത്. നിന്റെ കൂട്ടുകാരനെ ഒരു ദൂഷണം പറഞ്ഞ് നിന്റെ കൂട്ടുകാരനെ ഉപദ്രവിച്ച് അവൻ ആഭിചാര മന്ത്രവാദ ക്രിയകൾ അവനെ ചെയ്ത് തകർക്കാൻ നീ തന്ത്രങ്ങൾ മെനഞ്ഞിട്ട് നീ സന്തോഷവാനായി സന്തോഷവതിയായി നീ ജീവിക്കരുത്. അതിന്റെ ശാപം, പാപം നിന്റെ ജീവിതത്തിലേക്ക് വരും. അല്ലേലൂയ. രക്തജയം. അതെല്ലാം കൂടെ ഒന്നിച്ച് നിന്നെ പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി മാറും. അല്ലേലൂയ. മൺകല ഉടയുന്നത് പോലെ ഉടഞ്ഞ് പിന്നീട് കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിധത്തിൽ, കുപ്പി ഉടയുന്നത് പോലെ ഉടഞ്ഞ് പിന്നീട് അത് യോജിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ നീ ചെയ്ത ദ്രോഹത്തിന്, നീ ചെയ്ത നികൃഷ്ടമായ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നിനക്ക് കിട്ടും. അല്ലേലൂയ. ഉടഞ്ഞ കുപ്പി ഉടഞ്ഞ ചില്ലുകുപ്പി യോജിപ്പിക്കാൻ കഴിയത്തില്ല. അല്ലേലൂയ. ഉടഞ്ഞ മൺകലം അല്ലേലൂയ യോജിപ്പിക്കാൻ കഴിയില്ല. അതിന്റെ ചില്ലുകൾ പിറക്കി യോജിപ്പിച്ചാൽ ഒരിക്കലും ജോയന്റ് ആകത്തില്ല. ഇത് പറഞ്ഞ പോലെ നിന്റെ ജീവിതത്തിനകത്ത് നീ പാപം വിട്ട് മടങ്ങി വന്നിട്ട് ക്രിസ്തുയേശുവിൽ നീ പുതിയ മനുഷ്യനായി മാറണം. രക്തജയം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൽ നീ പുതിയ മനുഷ്യനായി മാറണം. നിന്റെ ജീവിതം നീ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കണം. ശരിയായ ജീവിതം നയിക്കണം. ശരിയായ ദിശയിലൂടെ നീ യാത്ര ചെയ്യണം. ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കണം. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ അല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിക്കുന്നത്, നീ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവനാണോ, വിശ്വസിക്കുന്നവളാണോ? അല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ പാപയുല്ലാസങ്ങളെ നീ അല്ലേലൂയ പുറത്തെറിഞ്ഞ് കളഞ്ഞവനാണോ? അല്ലേലൂയ. നീ സ്വതന്ത്രനായി നിൽക്കണമെന്ന് ദൈവാത്മാവ് പറയുക. രക്തജയം. എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തിന്റെ ശാപം മാറാത്തത്, പാപം മാറാത്തത്, രോഗം മാറാത്തത്, ബന്ധനം അഴിയാത്തത്? എന്തുകൊണ്ടാണ് നിന്റെ കുടുംബം എന്നും അരാജകത്തിൽ നീ കണ്ണുനീരിലൂടെ കടന്നു പോകുന്നത്? നിനക്ക് ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സന്തോഷമില്ല, കണ്ണുനീരിൽ എന്നും നിന്റെ ജീവിതത്തിൽ പിറുപിറുപ്പുകളല്ലേ?
അല്ലേലൂയ. എന്നും നിന്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കില്ല. എത്ര അധ്വാനിച്ചാലും നിനക്കൊന്നുമില്ല. എല്ലാം ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെയല്ലേ. അല്ലെങ്കിൽ നീ അധ്വാനിക്കുന്നത് മറ്റൊരു കൊണ്ടൊന്ന് അവൻ തിന്നുകൊണ്ടിരിക്കുകയല്ലേ. സ്വന്തം വീട് നിനക്കുണ്ടെങ്കിൽ അതിനകത്ത് തലചായിപ്പാൻ കഴിയാതവണ്ണം നീ പലരിയ പരകാര്യം നോക്കി നടക്കുകയല്ലേ. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതവണ്ണം നീ നെട്ടോട്ടം ഓടുകയല്ലേ. നിനക്ക് സ്വന്തം വീട്ടിൽ കിടക്കുവാൻ കഴിയാതെ പിശാചിനെ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ പാപം പെരുകിയതുകൊണ്ടാണ്. ദൈവമായി ഒരു ബന്ധമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപി പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജീവിത വിശുദ്ധിയിലേക്ക് നീ മടങ്ങി വരണം. ഹല്ലേലൂയ. പാപത്തെ നീ ഉപേക്ഷിക്കണം. ഈ ലോകത്തിലുള്ള നീ ഉപേക്ഷിക്കണം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപത്തെ നീ ഉപേക്ഷിച്ചിട്ട് ദൈവവചന വ്യവസ്ഥയ്ക്ക് അധിഷ്ഠിതമായ ജീവിതം നയിച്ച് സ്വർഗീയ കാഹളം കേൾക്കുവാൻ ഹല്ലേലൂയ ഒരുക്കമുള്ളവരായി നീ ഇരിക്കണമെന്ന് വ്യക്തം ചെയ്യും. അപ്പം ജീവിതം എന്ന് പറയുന്നത് അത് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പം ജയം വരിക്കും വിധം, ജയജീവിതം നയിക്കുന്ന വിധത്തിൽ നിങ്ങളെ നടത്തുവാൻ യേശു ക്രിസ്തു നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിരിക്കണം. ജയജീവിതം നടക്കണമെങ്കിൽ, ജയത്തോടെ ജീവിതം നയിക്കണമെങ്കിൽ യേശു നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ജയജീവിതം നടത്തക്ക നിലയിൽ യേശു ക്രിസ്തുവിനെ പിന്തുടരാൻ വേണ്ടി അവന്റെ കാൽച്ചുവടുകൾ നമുക്കൊരു മാതൃകയായി വെച്ചിരിക്കുന്നുവെന്ന് 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നു: അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ച് പോയിരിക്കുന്നു. അതെ, കർത്താവ് നമുക്കൊരു മാതൃക വെച്ചിട്ടുണ്ട്. അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ. ഹല്ലേലൂയ. ആ വഴിയിലൂടെ നീ യാത്ര ചെയ്താൽ, ആ വഴിയിലൂടെ നീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ, എന്നെ കേൾക്കുന്ന പ്രിയ പിതാവി, എന്നെ കേൾക്കുന്ന മാതാവി, നീ ഒരിക്കലും നിരാശപ്പെട്ടു പോകത്തില്ല. നിന്റെ കുടുംബത്തിന്റെ ആധിപത്യം സാത്താന് വിട്ടുകൊടുക്കരുത്. നിന്റെ കുടുംബത്തിന്റെ ആധിപത്യം പിശാചിന് വിട്ടുകൊടുക്കരുത്. നിന്റെ കുടുംബത്തിന്റെ ആധിപത്യം, നിന്റെ കുടുംബത്തിന്റെ അധികാരം, നിന്റെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ സർവാധികാരവും കർത്താവായ യേശു ക്രിസ്തുവിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് രക്തം ചെയ്യും. നിന്റെ കുടുംബത്തിന്റെ ആധിപത്യം പിശാചിന് വിട്ടുകൊടുത്താൽ അവൻ നിന്നെ തകർത്തുകൊണ്ടേ പോവുകയുള്ളൂ. ഹല്ലേലൂയ. മക്കളെ, ഇപ്പൊ ലോകത്തിൽ മുഴുവൻ സാത്താനി ആരാധന പെരുകിയിരിക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, എറണാകുളത്തൊക്കെ സാത്താനി ആരാധന പെരുകി. സാത്താനെ ആരാധിക്കുന്ന വൻ ജനാവലിയ. ഉന്നതാധികാര സ്ഥാനങ്ങൾ ഇരിക്കുന്നവരും സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിക്കുന്നവരും കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയവര് വരെ വലിയ കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരൊക്കെ വൈകിട്ട് കാറെടുത്ത് ക്ലബിലേക്ക് പോയി പിശാചിന്റെ ഇഷ്ടമനുസരിച്ച് ആടിയും പാടിയും തുള്ളിയും ചാടിയും ശരീരത്തെ ദണ്ഡിപ്പിച്ചും മുറിവേൽപ്പിച്ചും സാത്താനെ പ്രസാദിപ്പിക്കുന്ന അനവധി ആളുകളുടെ എണ്ണം എറണാകുളത്തോടൊക്കെയുള്ള സ്ഥലങ്ങളിൽ പെരുകി. അതിന്റെ അതിന്റെ പ്രതിഫലമൊക്കെ നിങ്ങൾ ആ ജില്ലയിൽ നടക്കുന്നത് കണ്ടിട്ടില്ലേ? എന്നെങ്കിലും ആ ജില്ലക്കാർക്ക് സമാധാനമുണ്ടോ? സാത്താനി ആരാധന നടക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക്, ഏതെങ്കിലും രാജ്യത്തിനകത്ത് സമാധാനമുണ്ടോ? ഏതെങ്കിലും സാത്താനെ ആരാധിക്കുന്ന ഏതെങ്കിലും കുടുംബത്തിൽ സമാധാനമുണ്ടോ? ഹല്ലേലൂയ. അവൻ ദൈവമെന്ന് പേര് പറഞ്ഞ് നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിലൊറ്റ ദൈവമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ഈ ലോകത്തിൽ ഒരേ ഒരു ദൈവം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, ഈ അണ്ടഘടാകത്തെ, അഖിലാണ്ടത്തെ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, സകലത്തെ അടക്കി ഭരിക്കുന്നവൻ, സകലത്തെ വാഴുന്നവൻ, മനുഷ്യനെ സൃഷ്ടിച്ച് ജീവശ്വാസം തന്നവൻ. ഹല്ലേലൂയ. നിന്നെ അടക്കം സകലത്തെ നിയന്ത്രിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനാണ് യഹോവയായ ദൈവം, പിതാവായി ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ, ഒറ്റ ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ നിഷേധിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എതിര് പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ ചീത്ത പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ എന്തെല്ലാം വാദപ്രതിവാദങ്ങളുമായി വന്നാലും ഒറ്റ ദൈവമേ ഉള്ളൂ, അത് യേശു കർത്താവാണ്. ഈശ്വരോ, അത് തന്റെ ഇടത്തോടെ വിളിച്ചു പറയാം. കാരണം ഞാൻ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് കൊണ്ട്, ആ സത്യദൈവത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൊണ്ട്, എന്റെ പാപസുഖത്തെ ഞാൻ ഉപേക്ഷിച്ച് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ ആനുകൂല്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞത് കൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി എന്നെ പൂർണ്ണമായിട്ട് അങ്ങ് സമർപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവനാ. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ കർത്താവിന്റെ കാൽച്ചുവട് നിങ്ങൾ അനുഭവിക്കും. കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി സാത്താനെ ജയിച്ചവനാണ്. ഹല്ലേലൂയ. കാൽവറിയിൽ പിശാചിന്റെ തലയെ തകർത്തവൻ, ജയോത്സവം കൊണ്ടാടിയവൻ, ജയോത്സവം അവൻ എടുത്തവനാ യേശു. ഹല്ലേലൂയ.
ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ലവോദിക്ക സഭയ്ക്ക് ദൂത് കൊടുക്കുന്ന കാര്യത്തിൽ ആമേൻ ദൈവാത്മാവ് പറയുക. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ കർത്താവിന് വേണ്ടി നിലനിൽക്കണം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ച വചനം ലവോദിക്ക സഭയ്ക്കുള്ള ദൂതിനകത്താണ് പറയുന്നത്, ജയിക്കുന്നത് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനം ഇരിക്കാൻ വരം നൽകും. നമ്മുടെ ഭാഗത്തേക്ക് വിവരിക്കുന്നില്ല, അത് നമ്മൾ ഒരുപാട് ചിന്തിക്കുന്ന വചനങ്ങളാണ്. അതിന്റെ നമ്മുടെ പ്രസംഗ വിഷയം ഞാൻ വചനം നിങ്ങൾ ഓർപ്പിച്ചെന്ന് മാത്രം. ഹല്ലേലൂയ. അപ്പം പാപത്തെ ജയിക്കുവിൻ, ക്രിസ്തുവിന്റെ രക്തം നിങ്ങൾ ചെയ്ത സകല പാപങ്ങളെ കഴുകി നിങ്ങളെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പാപത്തെ ജയിക്കണം. യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും കഴുകി നിങ്ങളെ ശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം ഹല്ലേലൂയ അതിന്റെ 1-ാം അധ്യായം 7-ാമത്തെ വാക്യം പറയുന്നത്, തന്റെ പുത്രനും കർത്താവുമായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ജയജീവിതം നയിക്കുവാൻ, പ്രത്യാശയുള്ള സന്തോഷമുള്ള ജീവിതം നയിച്ച് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുതിയ യെരൂശലേമിനകത്ത് നിനക്ക് പ്രവേശിക്കും വിധം കർത്താവ് നിന്നെ ശുദ്ധീകരിപ്പാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര, നീ കൊടിയ പാപിയായിരുന്നാലും, ലോകം നിന്നെ പാപിയെന്ന് മുദ്ര കുട്ടിയാലും, അധികാര സ്ഥാനങ്ങളിൽ പോലും നിന്നെ പാപിയെന്ന് മുദ്രകുത്തി കുറുകിൽ തടവിൽ ഇടുവാൻ, ഹല്ലേലൂയ, നിന്നെ ആമേൻ ജയിലടയ്ക്കാൻ ശ്രമിച്ചാലും, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ നീ എത്ര കൊടിയ പാപിയായിരുന്നാലും നിന്റെ പാപത്തെ ഈ ലോകം ക്ഷമിച്ചു തന്നില്ലെങ്കിലും നിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ യേശു നിന്റെ വിശ്വസ്തനാണ്. നീ എത്ര വലിയ പാപിയായിരുന്നാലും നീ യേശുവിന്റെ സന്നിധിക്ക് വന്ന്, യേശുവെ ഞാൻ പാപിയാണ്, എന്റെ അറിയായ്മയുടെ കാലങ്ങളിൽ ഞാൻ അനവധി തെറ്റുകുറ്റങ്ങൾ ചെയ്തു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വിരോധമായി, പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് അനവധി പാപങ്ങൾ ചെയ്ത് ഞാൻ ദൈവമേ അങ്ങിൽ നകന്ന് സമാധാനമില്ലാത്തവളാണ്. ഹൃദയം തുറന്ന് നീ യേശുവിനോട് പറയുമ്പോൾ, കർത്താവേ അങ്ങന്റെ പിതാവായി ഉള്ളിൽ വന്ന് അങ്ങയുടെ മകനായി എന്നെ സ്വീകരിച്ച് ആ കാൽവറിയിൽ എനിക്ക് വേണ്ടി ഒഴുകപ്പെട്ട രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, രക്തം ചെയ്യും. യേശുവിന്റെ രക്തം കൊണ്ട് നിന്നെ കഴുകി ശുദ്ധീകരിച്ച് നിന്നെ ഒരു വിശുദ്ധനാക്കി മാറ്റും. അശുദ്ധൻ എന്നുള്ള നിലയിൽ ദൈവം നിന്നെ നീക്കി വിശുദ്ധനാക്കി മാറ്റും. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ നിനക്ക് പ്രാപിക്കുവാൻ കഴിയണം. രക്തം ചെയ്യും. നിനക്ക് ലഭിച്ചിരിക്കുന്ന 70 ഏറെയായി 80 ഒന്നിന്റെ ആയുസ് ഒരുപക്ഷെ അല്പം കൂടെ മുമ്പോട്ട് പോയേക്കാം. ഇപ്പം കണ്ടില്ലേ, ശൈശവത്തിൽ തൊട്ട് അനവധി കുഞ്ഞുങ്ങളടക്കം മരിച്ചുകൊണ്ടിരിക്കുക. മരണം ഏത് സമയത്തും വരാം, എങ്ങനെ വരും, ഏത് സാഹചര്യത്തിൽ വരും എന്നറിയില്ല. മരണം നമ്മോട് കൂടെ യാത്ര ചെയ്യുക. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയാതെ, നിന്റെ ജീവൻ ഇവിടെ അവസാനത്തിന്റെ ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി കർത്താവായ യേശു ക്രിസ്തുവിൽ ജയജീവിതം നീ നയിക്കണം. ജയിക്കുന്ന ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന്റെ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. രക്തം ചെയ്യും. ഇന്ന് പകൽ ഈ ദൈവവചനം കേട്ടുകൂട്ടിയ ശ്രോതാവി, നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. അപ്പം ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കെത്രേ അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, ഹല്ലേലൂയ, കൃപയ്ക്ക് അത്ര അധീനനാകിയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അതെ, പാപം നിന്റെ മേൽ കർത്തൃത്വം നടത്തുക. നീ കൃപയിൽ ജീവിക്കണം. ഇത് കൃപായുഗമാണ്, കൃപയുടെ കാലഘട്ടമാണ്, കൃപയുടെ വാതിൽ അടയാൻ സമയമായി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ന്യായപ്രമാണത്തിന് അധീനമായി നീ ജീവിക്കാതെ, ഹല്ലേലൂയ, നീ കൃപയ്ക്ക് അധീനമായി ജീവിച്ച് പാപം നിന്നിൽ കർത്തൃത്വം നടത്താതെ യേശുക്രിസ്തുവിന്റെ വചനത്തിനനുസൃതമായ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവത്തിന്റെ വചനം നിനക്ക് നൽകിത്തരുന്നത് ശക്തമായി ദൂത് നിനക്ക് ഇന്ന് പകലൊരു മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന രക്തം ചെയ്യും.
ഹല്ലേലൂയ. ജീവിതം ഒരിക്കലും നമ്മൾ തകർത്ത് കളയരുത്. അല്പസുഖത്തിന് വേണ്ടി, അല്പസന്തോഷത്തിന് വേണ്ടി ഒരു ജീവിതത്തെ തകർത്ത് കളയരുത്. മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്കും ലഹരി പദാർത്ഥങ്ങൾക്കും ചൂതാട്ടങ്ങൾക്കും ഇംഗിതങ്ങൾക്കും ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. ഹല്ലേലൂയ. നീ ദൈവത്തിന് വിലപ്പെട്ടവനാണ്, നീ ദൈവത്തിന് വിലപ്പെട്ടവളാണ്. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഏത് പാപിയെ സ്നേഹിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഏത് പാപിയെ സ്നേഹിച്ച് അവന്റെ കണ്ണുനീര് തുടച്ചവനെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മകനായി മകളാക്കി മാറ്റുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തക്ഷയം. ഹല്ലേലൂയ. നീ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പട്ടികകൾ, പാപത്തിന്റെ എണ്ണം നീ കണക്കുകൂട്ടി നോക്ക്. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇത്രയും ദിവസങ്ങൾ തന്നിരിക്കുന്ന ആയുസ്സനുസരിച്ച് നീ ഓരോ ദിവസം ചെയ്ത പാപങ്ങൾ നീ ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതി തുടങ്ങ്. ഹല്ലേലൂയ. നിന്റെ പാപങ്ങൾ എത്ര വലുതാണെന്ന് നിനക്ക് കാണുവാൻ കഴിയും. അത് എത്ര വലിയ പാപമായിരുന്നാലും അതിനെ ക്ഷമിച്ചു തന്ന് നിന്റെ മകനാക്കി മാറ്റുവാൻ യേശു ആഗ്രഹിക്കുക. കാരണം സ്വർഗീയ അനുഗ്രഹങ്ങളെ, സ്വർഗീയ വാഗ്ദത്തങ്ങളെ, ആ പുതിയ യെരൂശലേമിനെ കർത്താവ് നിനക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധന്മാരോടൊപ്പം കിരൂബുകള്, സാറാബുകള്, ദൈവദൂതന്മാരോടൊപ്പം സ്വർഗം നിനക്ക് പങ്കിടുവാൻ വേണ്ടി കർത്താവ് നിന്നെ ആഹ്വാനം ചെയ്യുക. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതേ ശ്രോതാവേ, നിന്റെ ഹൃദയം യേശുവിനോട് കൊടുക്കാൻ കഴിയുമോ? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര സഹോദരി, നിന്റെ ഹൃദയം യേശുവിനോട് കൊടുക്കാൻ കഴിയുമോ? നിന്റെ കുടുംബത്തെ യേശുവിനോട് കൊടുക്കാൻ കഴിയുമോ? നിന്റെ മക്കളെ യേശുവിനോട് സമർപ്പിക്കാൻ കഴിയുമോ? നിന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകൽ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ജീവിതത്തിന്റെ കണ്ണുനീര് മാറും, ജീവിതത്തിന്റെ ദുഃഖം മാറും. നിന്റെ കുടുംബത്തിന്റെ ഇരുളടഞ്ഞ ജീവിതം മാറിയിട്ട് ഹല്ലേലൂയ, നിന്റെ കുടുംബത്തെ സന്തോഷത്തിന്റെ പരിപൂർണത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാട്ട് നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനമില്ലാതായിട്ട് എത്ര കാലമായി? ഹല്ലേലൂയ. പിറുപിറുപ്പല്ലാതെ എന്തെങ്കിലും നിന്റെ കുടുംബത്തിലുണ്ടോ? പിറുപിറുപ്പിന്റെ അനുഭവമല്ലേ? എന്നും പഴിയാറില്ലല്ലേ? എന്നും കുറ്റമല്ലേ? ഹല്ലേലൂയ. എന്ത് ചെയ്താലും ഇഷ്ടപ്പെടാത്ത, ആരോടും പറഞ്ഞാൽ അല്ലെ ആരുമായി പൊരുത്തപ്പെട്ടു പോകാത്ത ഒരു ജീവിതമല്ലേ നിനക്കുള്ളത്? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നിന്റെ പാപശരീരത്തിൽ എപ്പോഴും നിനക്ക് ഹിതമല്ലാത്തതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ പാപശരീരത്തെ നീ വിട്ടിട്ട് യേശു ക്രിസ്തുവിന്റെ നീ ശുദ്ധീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വ്യാധിയെ ജയിക്കുവിൻ. അല്ലേ, നിങ്ങൾ വ്യാധിയെ ജയിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. മനുഷ്യൻ വിവിധമായ വ്യാധികളാൽ വലഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നത്തെ കാലഘട്ടമൊക്കെ നോക്കിക്കാട്ടെ, ഈ മഴക്കാലത്ത് സംബന്ധിച്ച് നോക്കിക്കാട്ടെ, മഴക്കാല രോഗങ്ങൾ വിവിധ തലങ്ങളിൽ ഇപ്പം കണ്ടില്ലേ? ഡെങ്കിപ്പനിയായി, തക്കാളിപ്പനിയായി, എലിപ്പനിയായി, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തമായി, ടൈഫോയിഡായി, ന്യൂമോണിയ ആയിട്ട് മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുക. വിവിധ വ്യാധികൾ. മനുഷ്യന് സ്വസ്ഥതയില്ല. അത്രമാത്രം വ്യാധികൾ. നീ അധ്വാനിക്കുന്ന മുഴുവൻ കൊണ്ട് ഹോസ്പിറ്റലുകൾക്ക് ചെലവഴിക്കുകയല്ലേ? നിന്റെ അധ്വാന ഫലവും പോരാൻ നീ കടം വാങ്ങി ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കുകയല്ലേ? അത്രമാത്രം വ്യാധിയാൽ നീ ഭാരപ്പെടുകയല്ലേ? കർത്താവ് പറയുന്നത്, നീ ദൈവവചനം അനുസരിച്ചാൽ നിന്റെ വ്യാധിയെ ജയിപ്പാനുള്ള കൃപ തരുന്ന. അതുകൊണ്ടാണ് സ്വതന്ത്രം വചനം വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമായുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചെയ്തു. അതെ, മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു വ്യാധി പോലും വരുത്താതെ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ നിന്നെ പരിപാലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ കഴിഞ്ഞ 430 വർഷം അടിമത്തത്തിൽ കഴിഞ്ഞു. മിസ്രയീമ്യർ അവരെ ആമിലലിയ അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിച്ചു. അവൻ പലരും മിസ്രയീമിൽ പെട്ടുപോയി. ഹല്ലേലൂയ. തൻ മുഖാന്തരം ദൈവം ഹല്ലേലൂയ മിസ്രയീമിനെ സന്ദർശിച്ചപ്പോൾ പലവിധമായ വ്യാധികൾ മിസ്രയീമിലുണ്ടായി. അത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല.
ആ വ്യാധികളെല്ലാം അവരെ നശിപ്പിച്ചെന്നാൽ ആമേൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനം ഗോർശൻ ദേശത്ത് പാർത്തവരിൽ ഒരു വ്യാധി പോലും വരാതെ ദൈവരെ കാത്തു പരിപാലിച്ച് മിസ്രൈമിൽ നിന്ന് വിടിവിച്ചു കൊണ്ടുവന്നവനാ. അതുകൊണ്ട് ഇത് പകലെ കേൾക്കുന്ന മാതാവേ, ഒരു വ്യാധി പോലും വരാതെ നിന്നെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ എളിയവനെ ആദരിക്കുന്നവരായിരുന്നാൽ യഹോവ നിങ്ങളെ രോഗശൈലിയിൽ താങ്ങും. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തെ നമ്മൾ 41 സംഗീതം വായിക്കുന്നത്. ഹല്ലേലൂയ. 103 സംഘത്തിലേക്ക് വരുമ്പോ എൻ മനമേ യഹോവയെ വാഴ്ത്തതിന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ഹല്ലേലൂയ എന്ന് കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവവചനം എന്ന് പറയുന്നത് നിങ്ങൾ കർത്താവിനോട് ചേർന്ന്, അപ്പൊ നിങ്ങൾ നിങ്ങളെ രോഗശൈലിയിൽ താങ്ങുവാൻ, നിങ്ങളുടെ ദീനത്തിൽ നിങ്ങളെ താങ്ങുവാൻ, നിങ്ങളുടെ കിടക്കയെ മാറ്റിവിരിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതേ സ്നേഹിത, നീ അനുഭവിക്കുന്ന സകല വ്യാധികളെ മാറ്റുവാൻ യേശുവിന് കഴിയും. അവൻ സൗഖ്യമാക്കുന്ന യഹോവയാ. അതേ ലോകത്തെ ജയിക്കണം. നിങ്ങൾ ഈ ലോകത്തെ ജയിക്കുക. ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ഭൂലോകരല്ല. നിങ്ങളെ ഉല്ലാസങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത്. പിശാചിനെ നിങ്ങൾ ജയിക്കണം. മുമ്പ് തന്നെ ക്രൂശിലെ എലിയ വെച്ച് ജയജീവിതം നയിച്ച യേശുവിനെ നിങ്ങൾ അനുഗമിക്കണം. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ യേശു അവന്റെ പിശാചിന്റെ തലയെ തകർത്തു. സാത്താൻ കൊണ്ടുവന്ന സകല പരീക്ഷകളെയും യേശു ദൈവവചനമായി ജയിച്ചു. ഹല്ലേലൂയ. അങ്ങനെ സകലത്തെയും ജയിച്ചവനായ യേശു ക്രിസ്തുവിനെ നീ അനുഗമിച്ച് ജയജീവിതം നയിക്കണം. രക്തം ജയം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 57-ാമത്തെ വാക്യത്തിലേക്ക് വരും പൗലോസ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന്. അതെ, നിനക്കൊരു ജയജീവിതം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 6-7 വാക്യങ്ങളാണ് വായിച്ചത്. അവൻ എന്നോട് അരളിച്ചത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദ്യവും അന്തവും ആകുന്നു. ദാഹിക്കുന്നവൻ ജീവനിറവിൽ സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവനെ ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്കും മകനുമായിരിക്കും. അത് ഈ ലോകത്തെ ജയിച്ച് പാപത്തെ ജയിച്ച് ആ സ്വർഗീയാനുകൂല്യങ്ങൾ പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായി തീരുവാൻ ഇതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ കുറവുകളെ ഏറ്റുപറയാൻ കഴിയുമോ? പാപങ്ങളെ ഏറ്റുപറയാൻ കഴിയുമോ? യേശു അങ്ങന്റെ ജീവിതത്തിലേക്ക് വന്ന് അവിടുത്തെ മകളായി എന്നെ ചേർത്ത് ഹല്ലേലൂയ സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ, എന്റെ മരണാനന്തര ജീവിതം നിത്യതയിലായി തീരുവാൻ എന്നെ അവിടുന്ന് ഒരുക്കിയെടുക്കണം. എന്റെ പാപത്തെ അവിടുത്തെ രക്തം കഴുകി ശുദ്ധീകരിച്ച് ഒരു നിർമ്മലമായ ജീവിതം നയിപ്പാൻ എനിക്ക് കൃപ നൽകണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികളെ, ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഹല്ലേലൂയ. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, BSF, CRP, ക്രമസമാധാന നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, എല്ലാ രഹസ്യാന്വേഷണ ഭാഗങ്ങളിൽ കരയിലും കടലിലും ആകാശമാർഗം വാഹനോടി യാത്ര ചെയ്യുന്നവർ, വാഹനത്തെ നിർമ്മിക്കുന്നവർ, സെയിൽ ചെയ്യുന്നവർ, അല്ലെങ്കിൽ സമുദ്രാതിർത്തി ജോലിയോ ഖനികൾ, കമ്പനികൾ, ഫാക്ടറി ജോലി ചെയ്ത് വരും ചേർന്ന എല്ലാ വ്യാപാരികൾ, വ്യവസായ വഴിയോര കച്ചവടക്കാരെ, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്കൽ രംഗത്ത്, മോട്ടോർ രംഗത്തായിരിക്കുന്നവർക്കായി യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, കടലോരവാസികളെ, തീരദേശവാസികളെ ഓർക്കുന്നു. മത്സ്യബന്ധന കടന്നുപോലിക്ക് ഓർക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ശീലമേഖലയും കാർഷിക മേഖലയുമായിരിക്കുന്നവർ, സഹകരണ മേഖലയും പൊതുമേഖലയിലും വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലായിരിക്കുന്നവർ, മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗം, ചരിത്രമാധ്യ, മീഡിയ രംഗം, സയന്റിസ്റ്റുകൾ, ഫലപ്രദേശ പാർട്ടികളെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല ജനത്തെ അനുഗ്രഹിക്കണമേ. ലോകമെമ്പാട് കർത്താവിന്റെ വേലയുമായി കടന്നുപോയിരിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർ, മക്കൾ, തലമുറകളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമകാൻ ജയിലിൽ കഷ്ടത അനുഭവിക്കും വിടലും മോചനം കൊടുക്കണം. വിവിധ വ്യാധികളാലും ഭാരങ്ങളാലും മദ്യത്തിന്, മയക്കൊരു, മനസ്സ്, ലഹരിപഥ അടിമപ്പെട്ട് കിടക്കും വിടിവിക്കണം. തലമുറകളെ വിടിവിക്കണമേ. സ്കൂൾ വർഷം കർത്താവ് തുറക്കുവാൻ ചില ദിവസം മണിക്കൂറുകൾ മാത്രം. സ്കൂളിലേക്ക് കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ, ഡേക്കർ, LKG, UKG, പ്രൈമറി, UP, ഹൈസ്കൂൾ, ഹയർ കോളേജ് ഭാഗങ്ങളെ ദൈവം എല്ലാ ടീച്ചേഴ്സ്, അധ്യാപകരെ, സ്കൂൾ, കോളേജ് ക്യാമ്പസ് കലയോട് ചേർന്ന് മദ്യം വയ്ക്കുന്ന, മയക്കൊരുക്കുന്നവരെ, സ്കൂളിൽ നിൽക്കും PTA കമ്മിറ്റി, അത് പോലീസ് അധികാരി അടക്കം കർശനമായി അവരെ കണ്ടുപിടിച്ച് അവരെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതായ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ കാലവർഷം കർത്താവ് ആർക്കും ദോഷമായി തീരാതെ, പ്രളയങ്ങളോ ദുരിതങ്ങളോ ജീവഹാനിയോ നാശനഷ്ടങ്ങളോ ഒന്നും വരാതെ ന്യായമായ രീതിയിൽ കർത്താവ് ഞങ്ങൾക്ക് മഴയെ തന്ന് കേരളത്തെ ദൈവം സൂക്ഷിക്കണം. ഭാരതത്തെ സൂക്ഷിക്കണമേ. ദൈവകരങ്ങൾ ഏൽപ്പിക്കാൻ ലോക രാജ്യങ്ങളെ പ്രളയ മുഖാന്തരം ഇനി ഒരു നഷ്ടം ഉണ്ടാകട്ടെ ആകരുത്. മുല്ലപ്പെരിയാറിനെ കുറിച്ച്
വളരെ ആശങ്ക ഞാൻ കൊണ്ട് കർത്താവ് എർമള്ളിപ്പണിയാർ പുതുക്കി പണിയുവാൻ കേന്ദ്ര ഗവൺമെന്റ് ഇഷ്ടപ്പെടണമേ, തമിഴ്നാട് ഗവൺമെന്റ് ഇഷ്ടപ്പെടുവാൻ കേരളത്തിലെ ജനത്തെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനർത്ഥങ്ങളൊന്നും വ്യസനത കാരണമായി തീരാതെ കർത്താവ് സൂക്ഷിക്കുന്ന പകൽ കർത്താവിൽ നടക്കുന്ന ആരാധനകൾക്കായി കൂട്ടായ്മകൾക്കായി സ്തോത്രം. യാത്ര ചെയ്യുന്നതിൽ എല്ലാം അനുഗ്രഹിക്കണം. കാലാവസ്ഥയൊക്കെ എനിക്ക് അനുകൂലമായി നൽകണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.